റമദാനിലെ ഒന്നാമത്തെ രാത്രിയിൽ നരകമോചനം ലഭിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ വലിയ ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാരണം എന്താ, നിങ്ങള് റജബ് മാസം ആസന്നമായ ആ സമയം മുതൽ നമ്മൾ ദുആരിക്കുന്നുണ്ട്, റബ്ബേ ഞങ്ങളെ റമദാനിക്ക് എത്തിച്ചു തരണേ. പക്ഷെ അതിന് അള്ളാഹു തആല ഭാഗ്യം കൊടുക്കാത്ത കുറെ ആളുകള് ഈ റജബിലും ശഅബാനിലൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയി. നമ്മളെ നാട്ടിൽ നിന്ന് ഇന്നൊരു സഹോദരി ഉച്ചന്റെ ശേഷം മരിച്ചു. 6 മണിക്കാണ് മയ്യത്ത് നിസ്കരിച്ചത്. ആ സഹോദരിയുടെ ഖബറടക്കിയതും ഖബറടക്കം തീർന്നതും മഗ്രിബ് ബാങ്ക് വിളിച്ചതും ഒരുമിച്ചാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ആ സഹോദരിയുടെ ഖബറിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോഴേക്കും റമദാനിനുള്ള ബാങ്കുലി കൊടുത്തു. ആ മരിച്ചുപോയ ആളുകളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് നമ്മളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നല്ലോ. ഒരു രോഗമില്ലാത്ത ആളുകൾ മരിച്ചില്ലേ, ചെറുപ്രായക്കാർ മരിച്ചില്ലേ, വലിയ പണ്ഡിതന്മാരും ഉസ്താദുമാരും സാധാരണക്കാരും മരിച്ചുപോയില്ലേ, നമ്മളും ആ കൂട്ടത്തിൽ പെടാമായിരുന്നല്ലോ. പക്ഷെ അള്ളാഹു നമുക്ക് വലിയ റഹ്മത്ത് തന്ന് ഈ വർഷത്തെ റമദാനിൽ എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു. അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ എല്ലാവരും ഈ റമദാൻ കിട്ടിയതിന് നന്ദിയായിരുന്നു. കണ്ണ് ചിമ്മിട്ട് ഒരു 11 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കാണേ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇഞ്ഞും ഒരുപാട് റമദാനുകൾ ആരോഗ്യത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അള്ളാഹു. റമദാനിലെ ആദ്യത്തെ രാത്രിയാണ്. ഇന്നത്തെ പ്രത്യേകം കാര്യങ്ങള്, ഇന്ന് അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഒരു റഹ്മത്തിന്റെ നോട്ടം നോക്കാനുണ്ട്. അതാർക്കൊക്കെയാണ് അത് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്: എന്റെ ഉമ്മത്തിന് റമദാനിൽ 5 സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് റമദാനിൽ ആദ്യത്തെ രാത്രിയിൽ അള്ളാഹു റഹ്മത്തിന്റെ ഒരു നോട്ടം അവരെ നോക്കും. ആ നോട്ടം കിട്ടിയാൽ പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷ, നരകം അയാൾ ഒരു കാലത്തും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങൾ, ആ റഹ്മത്ത് കിട്ടുന്നവരിൽ ഇന്നത്തെ രാത്രിയിൽ മഗ്ഫിറത്ത് കിട്ടുന്ന ആളുകളിലൊക്കെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഒരൊറ്റ ഹദീസ് ഞാൻ ഓതി നമ്മൾ അവസാനിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനക്കാരായ അൻസാറുകളായ സ്വഹാബികളുണ്ട്. മദീനക്കാർ കർഷകരായ സ്വഹാബികളാണ്, ധാരാളം കൃഷി ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളങ്ങൾ വളരെ കുറവായി വന്ന് വെള്ളം ലഭിക്കുന്നില്ല. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ ദൂരദിക്കുകളിൽ നിന്ന് അവർ വെള്ളം കൊണ്ടുവരികയാണ്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളം മതിയാകുന്നില്ല. ഇനി അവർക്ക് വെള്ളം കിട്ടണം, അതിനൊരു പരിഹാരം അവർക്ക് വേണം. അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തേടിവരൽ ആരുടെ സമീപത്തേക്കാണ്? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ. ദുന്യാവിയായ കാര്യമാണെങ്കിലും അവിടത്തേക്കാ ഒരു പരിഹാരം ചോദി വരാം. അൻസാറുകളായ ആളുകളെ മുഴുവനും ഒരുമിച്ചുകൂടി ആദരവായ മുത്ത് ഹബീബിന്റെ സമീപത്ത് വന്നിട്ട് അവർ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല, കൃഷികൾക്ക് നനക്കാൻ വെള്ളം തികയുന്നില്ല, ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കൊണ്ടുവന്നിട്ട് വെള്ളം എത്തുന്നില്ലല്ലോ, അതുകൊണ്ടൊരു ചെറിയ കൈത്തോട് നിർമ്മിച്ച് ഞങ്ങളുടെ കൃഷിയുടെ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചു തരാനുള്ള ഒരു മാർഗം അങ്ങ് കാണിച്ചു തരുമോ നബിയേ? വെള്ളം ചോദിച്ചു വന്നതാണ് ഇവര്. അപ്പൊ മുത്തനബി തങ്ങൾക്ക് ഈ മദീനക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓലാണ് ഈ ഹിജറ വന്ന മക്കക്കാരൊക്കെ സ്വീകരിച്ചതും. എപ്പോഴും പറയാറുണ്ട്, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, മദീനക്കാരെ സ്നേഹിക്കല് തന്നെ ഈമാനിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനക്കാര് പരാതി പറയാമെന്നപ്പോ അവിടുന്ന് സന്തോഷത്തോടെ മദീനക്കാരെ സ്വീകരിക്കുകയാണ്. മർഹബൻ ബിൽ അൻസാർ, മർഹബൻ ബിൽ അൻസാർ, മദീനക്കാരെ നിങ്ങൾക്ക് ഞാൻ സ്വാഗതം ഓതുകയാണ്. ശേഷം അവിടുന്ന് പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കണോ? വല്ലാഹി വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് തന്നെ എന്നോട് ചോദിച്ചാൽ
ചോദിച്ചാലും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്തൊരു കാര്യം ഇന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് എനിക്കും തരുന്നതാണ്. അതുകൊണ്ട് മദീനക്കാരെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാം. രസം കേൾക്കുന്നുണ്ടെങ്കിൽ ഓരോ കൈത്തോട് കൃഷിയിടത്തേക്ക് കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഒരാവശ്യം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് അറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു? അള്ളയാണ് സത്യം, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് അത് തരും. കാരണം ഇന്ന് ഞാൻ എന്താണോ അള്ളഹാനോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് അള്ളാഹ് എനിക്ക് തരും, ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചാലും കിട്ടും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ മനസ്സ് മാറി. ഓല് വെള്ളം ചോദിച്ചും തോട് ചോദിച്ചും വന്നതാണെന്നുള്ള വിവരക്കോലൻ മാറുന്നു. ഓല് പരസ്പരം ഇങ്ങനെ മുഷാവറ ചെയ്തു, എന്ത് നമ്മൾ ചോദിക്കും. കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, ഫക്തനിംന, നമ്മളിത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. കാരണം എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചോദിക്കാം. അവരങ്ങനെ കൂടിയാലോചിക്കുകയാണ്. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് മുത്ത് ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് അവർ പറഞ്ഞു, നബിയേ സലില്ലാഹ ലനൽ മഗ്ഫിറ, നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളൊന്ന് പുറത്തു തരാൻ പറയണേ നബിയേ. ഒരു വന്ന കാര്യം മറന്നു. എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ യോഗം കൂടി തീരുമാനിച്ച എന്താ, നമുക്ക് എന്ത് ചോദിക്കാം? മഗ്ഫിറത്ത് ചോദിക്കാം, നമ്മളെ ദോഷം അല്ലാഹു പുറത്തിട്ടെ. ഉടനെ മുത്തുനബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ മദീനക്കാർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. വലി അബ്നാഇൽ അൻസാർ, ഇവരുടെ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. വലി അബ്നാഇൽ അൻസാർ, ഇവരുടെ പേരമക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ഹദീസ് ഓതിയത് എന്തിനാണെന്നറിയുമോ? ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുക എന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം വേറെ ഇല്ല. അതിനേക്കാൾ വലിയൊരു സമ്മാനം നമുക്ക് വേറെ ലഭിക്കാനില്ല. പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ നിഅമത്ത് കൊണ്ട് ഈ വർഷത്തെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ലേ? ഈ റമളാനിലെ ഒന്നാമത്തെ തറാവീഹ് നമ്മൾ നിസ്കരിച്ചില്ലേ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കണോ? പരിശുദ്ധ റമളാനിലെ ഒന്നാമത്തെ രാത്രി ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അവന്റെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എത്രയും തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു, അതുപോലെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവന് പുറത്തു വരികയാണ്. എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ തറാവി അതിന് കാരണാക്കി തരട്ടെ. ഒരുപാട് കുട്ടികൾ ഇവിടെ നമ്മുടെ തറാവിയുണ്ട്, ചെറുപ്പക്കാരുടെ. അല്ലാഹു വലക്ക ബർക്കത്തുണ്ട്. നമ്മൾ ഈ തറാവി കൊണ്ട് നമ്മളെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരു മസാല ഉണ്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറക്ക ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്നൊരു സൂറത്തുണ്ട്, 4.25 പേജുള്ളൂ. അതായത് കാ ജുസ് പോലുള്ള 4 ജുസ് ആകണമെങ്കിൽ 5 പേജാകണം, 4.5 പേജുള്ളൂ. അത് റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹു ആ വർഷം മുഴുവനും ആ മനുഷ്യന് വലിയ സമ്പത്ത് കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഫഖർ വരൂല, അടുത്ത റമളാൻ വരെ പട്ടിണി വരൂല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ അത് മഗ്‌രിബിന്റെ ശേഷം ഓതാത്തോലുണ്ടെങ്കിൽ നിങ്ങളിന്ന് പെരിയിൽ പോയിട്ട് സൂറത്തുൽ ഫത്ഹ് എല്ലാവരും ഒരു വട്ടം ഓതുന്നുണ്ട്. 5 മിനിറ്റ് സമയം മതി, ആകെ 4.5 പേജല്ലേ ഉള്ളൂ, 5-6 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാം. എല്ലാവരും സൂറത്തുൽ ഫത്ഹ് ഇന്നത്തെ രാത്രിന് ഒരു വട്ടം ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ശാഫിഈ മദ്ഹബ് പ്രകാരം ഓരോ ദിവസത്തെ നോമ്പിനും തലേന്ന് രാത്രി നിയ്യത്ത് ചെയ്യണം എന്നാ.
നാളത്തെ നോമ്പിനുള്ള നിയ്യത്ത് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്തു. ഒരിക്കലും റമദാനിലെ 30 നോമ്പിനും കൂടി ഒരൊറ്റ രാത്രി ഒരാൾക്ക് നിയ്യത്ത് ചെയ്താൽ ശാഫിഈ മദ്ഹബ് പ്രകാരം അത് ശരിയാവില്ലാന്ന്. ഒന്നൊരാൾ എന്ത് നിയ്യത്ത് ചെയ്ത് ഈ കൊല്ലത്തെ റമദാനിൽ 30 നോമ്പ് നോറ്റുകൂട്ടാൻ ഞാൻ കരുതിയെന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ ശാഫി മദ്ഹബ് പ്രകാരം അത് നാളേക്ക് മാത്രമുള്ള നിയ്യത്തേ ആകുള്ളൂ, എല്ലാ നോമ്പിനുള്ള നിയ്യത്ത് ആകൂലാന്ന്. പക്ഷേ ഈ വിഷയം പറഞ്ഞ ഫത്തുൽ മുല്ല ഒരു മസല പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങള് ഒരാളെ റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ ഇങ്ങനെ നിയ്യത്ത് ചെയ്താൽ എങ്ങനെ? ഈ വർഷത്തെ റമദാനിലെ 30 ഫർളായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുകൂട്ടാൻ ഞാൻ കരുതിയെന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ, ഇനി റമദാനിൽ ഏതെങ്കിലും ദിവസം ഒരാൾ നിയ്യത്ത് മറന്നാൽ ആ മറന്ന നിയ്യത്തിനക്ക് ഇത് പകരമാകുന്ന ഹംബലി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം വെച്ച് അമല് ചെയ്യാൻ പറ്റുമെന്ന് ഫത്തുൽ മുഈൻ അടക്കമുള്ള കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് അങ്ങനെ നിയ്യത്ത് വെച്ചാൽ എന്തറിയോ, ഈ റമദാനിലെ ഫർളായ 30 നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുകൂട്ടുവാൻ ഞാൻ കരുതി നിയ്യത്ത് വെച്ചാൽ എന്നാ എന്താ വെച്ചാല് ഏതെങ്കിലും ഒരു ദിവസം നിയ്യത്ത് മറന്നാൽ ഈ വെച്ച നിയ്യത്ത് അതിന് പകരമാകുന്ന ഹംബലി മദ്ഹബ് പ്രകാരം നോമ്പ് മുഴുവനാക്കാൻ പറ്റുന്ന പിന്നെ ആ നോമ്പ് ഖളാ കൂട്ടേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാളെ മുതൽ സുബഹി ജമാഅത്ത് ബാങ്ക് കൊടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കും. അപ്പൊ എല്ലാവരും സുബഹിക്ക് വളരെ നേരത്തെ വരിക. എല്ലാ ദിവസവും തറാവീന് വരുമ്പോൾ 5 മിനിറ്റ് സമയം കണ്ടിട്ട് വരുന്നത് പോലെ ഒരു ചെറിയൊരു നുറുങ്ങ് മസാല, ഒരു ചെറിയൊരു ഹദീസ്. ഇന്ന് തുടക്കമായതുകൊണ്ട് കുറച്ച് നീണ്ടതാണ്. ഇത്തരം എല്ലാ ദിവസങ്ങളും നീളൂല. കുറെ ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ ഈ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പൊ ഈ പരിശുദ്ധ റമദാനിൽ ആദ്യത്തെ രാത്രിയിൽ നിന്റെ മഗ്ഫിറത്ത് കിട്ടിയ ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ആ തിരുനോട്ടം ലഭിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഇനിയും ഒരുപാട് റമദാനുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, റഹ്മത്തിന്റെ 10 ദിവസമാണ്. ദുന്യവിയും മുഖ്റവിയുമായ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ ഹസനാത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ തറാവീഹിന്റെ ശേഷമുള്ള ഈ ക്ലാസ് നൂറുകണക്കായ ആളുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്. ഇന്നും ഇന്നലെയും ഒക്കെ വിളിച്ച് കുറെ ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ക്ലാസ് കേൾക്കുന്നവർ, ആമീൻ പറയുന്നവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് തിരൂർ ഭാഗത്ത് ഒരു ഹമീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് പ്രത്യേകം വിളിച്ച് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, അവരിൽ മരിച്ചുപോയവരുടെ ഖബറിടം സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.